ഈ ഉള്ളതാണ് നാദാബേട്ട് സീമാ ദർശൻ എന്നുള്ളത്. ഇവിടെ ഈടെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയണ്ടേ, ഒരു പരേഡ് ഇതുണ്ട്. നമ്മളെ BSFൻ്റെ നമ്മൾ പതാക ഉയർത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള വാഗാ ബോർഡറിലുള്ള ടൈപ്പ് ഒരു പരേഡ്. പിന്നെ കുറച്ച് അഡ്വഞ്ചർ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. മറ്റേ ഇവിടെ കാണാം, ലാൻഡ് ബേസ്ഡ് അഡ്വഞ്ചറാണ് ഇതിൻ്റെ പേര് ഇവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു മ്യൂസിയം, ആർട്ട് ഗാലറി, അതാണുള്ളത്. ഇവിടുന്ന് കറക്റ്റ് 25 കിലോമീറ്ററാണ് 0 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബോർഡറിലേക്ക്, ഇന്തോ പാകിസ്ഥാൻ ബോർഡർ. BSFൻ്റെ പോസ്റ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണ്ടുന്ന ടിക്കറ്റും കാര്യം കൗണ്ടർ അതൊക്കെ ഇവിടെയാണ്. ഇവിടുന്ന് ബസ്സിൻ്റെ സർവീസ് ഉണ്ട്, അത് ടിക്കറ്റിൻ്റെ ഇതിൽ റേറ്റ് ഇൻക്ലൂഡാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കഫ്റ്റേരിയകളും ബാക്കി വാഷ്റൂം ഫെസിലിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതാന്ന് ചോട്ടാ ഇന്തോ പാക് ബോർഡറിലേക്ക് നമ്മൾ പോകുന്നല്ലേ. എവിടെ സ്ഥലം? നാദാബേട്ട് അല്ലേ, ഗുജറാത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മള് മറ്റേ മ്യൂസിയവും അതെല്ലാം ഉള്ളെടുത്ത് ഏകദേശം 25 കിലോമീറ്റർ ആണ് ഈ ബോർഡർ കറക്റ്റ്, അതായത് 0 പോയിന്റ് എന്ന് പറയുന്നത്. അതിലേക്കുള്ള റോഡാണിത്. ഇപ്പം കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ടല്ല ഇല്ല റോഡ്, അപ്പൊ പണിയെടുക്കുന്നുണ്ട്. കവിതക്കൂട്ടം കണ്ട ചേട്ടാ? കവിതയാണത്? ഇത് തന്നെയാണോ അല്ലേ മറ്റൊരു സാധനം ഉണ്ട്, മ്യൂൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മള് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, 0 പോയിന്റിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം കുറച്ച് ഏരിയയെല്ലാം മാറി, കുറച്ച് വെള്ളമെല്ലാം കാണുന്നുണ്ട്. നല്ല ഒരു നമ്മളെ ആ കച്ചേരിന്റെ ആ ഒരു കുറച്ച് എന്താ പറയണ്ടേ, വൈറ്റ് ഡെസേർട്ടിന്റെ അതേ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ മറ്റേ റോഡ് ടു ഹെവനൊക്കെ വന്ന ആ ഒരു ടൈപ്പ്. അപ്പൊ നമ്മള് അജൂട്ടാ 0 പോയിന്റ് എത്താനായി നാദാബേട്ടിലെ. ഇപ്പൊ ഇതെല്ലാം മാറി, ഇപ്പൊ റോഡ് ടു ഹെവൻ പോലെ തന്നെ അല്ലേ നമ്മൾ അന്നേരം പോയെ. നോക്കിയ ശരിക്കും ഉപ്പ് പാടങ്ങൾ. നമ്മൾ അന്ന് പോയത് മറ്റേ നവംബറുള്ള മാസമായതുകൊണ്ട് ഇത്ര ഉപ്പ് അടിഞ്ഞിട്ടുണ്ടായില്ല അല്ലേ. ഇപ്പൊ ഈ നല്ല ചൂട് ഇതെല്ലാം ആയതുകൊണ്ട് നല്ല ഇതാ, റോഡ് ടു ഹെവൻ പോലെ തന്നെ. അജൂട്ടോ നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. എവിടെ എത്തിയേ? നാദാബേട്ട് ഇന്തോ പാക് ബോർഡർ. അവിടെ ഗേറ്റ് കാണും, പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് വണ്ടി പാർക്കിങ്ങിൽ വെക്കാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്തി, നാദാബേട്ടിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ 71 വാറിന്റെ ഇതാണിത് ലൊക്കേഷൻ, 1971ന്റെ. വെയിലും കുറവായതുകൊണ്ട് സന്ദർശകർ കുറവാണ്. ഇവിടുന്ന് അവിടുന്ന് വരുന്ന ബസ് ഇതാണ്. ഈ ബസ്സിലാണ് അങ്ങോട്ട് വരല്. വാഷ്റൂമും ബാക്കി കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതവിടെ ഒരു സെൽഫി പോയിന്റും പിന്നെ വ്യൂവിങ് ഡെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. നമ്മൾ 0 പോയിന്റ് നമ്മൾ കച്ച് മറ്റേ ഇതിൽ പോയ അതേ തന്നെ, വൈറ്റ് ട്രെയിൻ ഓഫ് കച്ചിൽ ഉണ്ടായ ഏകദേശം അതേ ഒരു ലൊക്കേഷൻ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്നത് 250 മീറ്ററാണ്, വെറും 250 മീറ്റർ. അപ്പോൾ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും, വെൽക്കം ടു ഇന്തോ പാക് ബോർഡർ. അപ്പോൾ ഇതാ സ്റ്റോപ്പ് എന്നുള്ള ചെക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, പാകിസ്ഥാൻ വെറും 250 മീറ്റർ ആണെന്ന്. അപ്പോൾ ഇവിടെ ഒരു BSFൻ്റെ ഒരു ഓഫീസറുണ്ട്. അപ്പോൾ സന്ദർശകരെല്ലാം അവരുമായിട്ട് ഫോട്ടോ എടുക്കുന്ന ഇതിലാണ് എല്ലാവരുമായിട്ട്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഉള്ളിലെത്തി. കുറച്ചുകൂടി അടുത്തോട്ട് വന്ന് 250 എന്നുള്ളത് ഒരു 100, 150 ഒക്കെ ആയിട്ടുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നാദാബേട്ട് ഇന്തോ പാക് ബോർഡർ. ഇതാ ഇവിടെ ഒരു BSFൻ്റെ ഒരു മോർച്ചയുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഇതാ പാകിസ്ഥാൻ്റെ എയറോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ. ഇവിടുന്ന് അങ്ങോട്ട് ഇതാ ഈ വേലിക്കെട്ടിൻ്റെ അപ്പുറം ഒരു 150 മീറ്റർ കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാണ്. അപ്പോൾ ഈ കാണുന്നത് വെച്ചാൽ നമ്മളെ BSFൻ്റെ ഗുജറാത്ത് ബോർഡർ, അതായത് ഇന്തോ പാക് വാർ 1971ൻ്റെ എൻ്റെ ബ്രീഫായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻസാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മാപ്പ്, അതായത് ആ ഓരോ സെക്ടർ പിടിച്ചെടുത്ത പോസ്റ്റുകളും അതിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങളൊക്കെയാണ്.
ഇവിടെയാണ് നമ്മൾ ഇന്നലെ നൈറ്റിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നാദാപേട്ടിലെ നന്ദേശ്വർ മാതാ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അതിഥി ഭവനാണ്. നല്ല സ്പേസും കാര്യമൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ കാണാനും മെയിൻറ്റൈൻഡ് ആണ്, നല്ല നീറ്റും ക്ലീനൊക്കെയാണ്. 500 രൂപ മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തെ റെൻറ്റ്. റൂമിൻ്റെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല, വെളിയിലാണ്. ഇപ്പോൾ റൂം ഇതാണ്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുന്നതാണ്. ഉണ്ട് ബാത്റൂം ഓക്കെയാണ്, ടോയ്ലറ്റ്. ഇതാണ് ആ അമ്പലം. ഇത് നമ്മുടെ നാദാപേട്ട് ബോർഡറിൻ്റെ തൊട്ട് അടുത്ത് തന്നെ, 1 കിലോമീറ്റർ ഇല്ല. ഇവിടെ ഒരു ശിവൻ്റെ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനും ഇതും ഉള്ളത്. രാത്രിയൊക്കെ വന്നാൽ നല്ല രസമാണ്. മൊത്തം ലൈറ്റ്, ഇവിടെയൊക്കെ ലൈറ്റായിട്ട്. ഏരിയ ഞാൻ പറഞ്ഞ പോലെ കുറേ ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഭാഗമായത് ഈ അമ്പലത്തിൻ്റെ പുറകു ഭാഗത്താണ് പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അതും ഫ്രീ തന്നെയാണ് ഭക്ഷണം. പിന്നെ എന്തെങ്കിലും നേർച്ചയോ അല്ലെങ്കിൽ ദക്ഷിണ പോലെ കൊടുക്കുന്നവർക്ക് കൊടുക്കാം. ഇപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് മുന്നെങ്കിലും മിനിമം എത്തിയിട്ട് ആദ്യം ബോർഡർ കാണുക, എന്നിട്ട് 5:50 ഒക്കെ ആകുമ്പോഴത്തേക്ക് പരേഡ് കാണുക. പരേഡ് കാണേണ്ടവർ ഇത് തന്നെയാണ്. അങ്ങനെ വന്നാലേ നമ്മളുടെ ടൈമിങ് ഇവിടുന്ന് സെറ്റ് ആവുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ വൈകുന്നേരം വന്ന് 4:30 ആകുമ്പോൾ അവിടെ പോയി ബോർഡറിൽ പോയി വരാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരേഡ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമല്ലേ. അപ്പം എന്തുണ്ടാ ചോട്ടാ നാദാപേട്ട് ബോർഡർ ഇഷ്ടപ്പെട്ടെന്നാ? നീ അല്ല നേരത്തെ പറഞ്ഞ ജയ്സൽമീർ ഇഷ്ടപ്പെട്ടേന്ന്. രാജസ്ഥാനിൽ പോയത് അതും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഏറ്റവും നല്ലത് എനിക്ക് വന്ന രണ്ടിലും ഇത് തന്നെയാണ്. കാരണം അത്രയും അടുത്തൊരു 150 മീറ്റർ എന്നൊക്കെ പറയുമ്പോ അല്ലേ, അത്രയും അടുത്ത്. അതാ നല്ലത്. കാണാനും നല്ല ശരിക്കും കാണുന്നുണ്ട് ഏരിയ. മറ്റേന്ന് പറഞ്ഞാൽ ദൂരല്ലേ. പിന്നെ അതിന്റെ ഉള്ളെടുത്തായാലും നല്ലൊരു രസം ഉണ്ടായിരുന്നു. അപ്പോ ഇവിടുത്തെ വിശേഷങ്ങൾ അത്രയാണ് നാദാപേട്ടിന്റെ. പിന്നെ ചാനൂടെ ഉറങ്ങിയല്ലേ. അപ്പൊ അടുത്ത നമ്മള് വീഡിയോ അടുത്ത വിശേഷമായിട്ട് വരാം. ഓക്കെ, ബൈ.